ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഈ ചെയ്തിയുമായി ബന്ധപ്പെടുത്തി ചില ആശങ്കകൾ രാജ്യത്ത് ഉയരുകയാണ്. നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ്. ഈ ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായ രീതിയിൽ അവിടുത്തെ സർക്കാരിനെ ഒന്നും ചെയ്യാൻ സാധിക്കാതായപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അവിടെ ഇടപെട്ടതിൻ്റെ വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെയും നോക്കിക്കാണേണ്ടത് എന്നുള്ള വിമർശനം ശക്തമാകുകയാണ്. ഇവിടെ ഇത്തരത്തിൽ നുണകൾ കൊണ്ട് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പുറത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ? നീലിമ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എക്കാലത്തുമുണ്ട്. തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ആഗോള വ്യവസ്ഥകളെ ക്രമീകരിച്ചെടുക്കാൻ വേണ്ടി അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്ലോമറേഷനാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. അതിൽ റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റ് എലമെൻറ്റുകൾ പലതുമുണ്ട്. അതിൽ CIA ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ആത്യന്തികമായ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സമിതി, അല്ലെങ്കിൽ ഔപചാരിക സമിതിയല്ല, അവരുടെ ഇൻട്രസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു അദൃശ്യ സാന്നിധ്യം. ഇവർ പല രൂപത്തിലാണ് രാജ്യങ്ങളിൽ പ്രഭാവം ചെലുത്തുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് പെർമനൻ്റായി നിൽക്കാത്ത രാജ്യങ്ങളിൽ അവർ പ്രഭാവം ചെലുത്തുന്ന പല രീതിയിലാണ്. ഇവിടെ ബംഗ്ലാദേശിൻ്റെ ഉദാഹരണം പറഞ്ഞു. അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ ഇളക്കി വിട്ടുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഒരു വലിയ ഒരു അട്ടിമറിയുടെ പ്രതീതി സൃഷ്ടിക്കുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതും ആ ഒരു കാരണത്താലാണ്. ഇവിടെ ഇപ്പോൾ ഇതൊരു ആരോപണം മാത്രമാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ആരോപണം മാത്രമാണ്. ഡീപ് സ്റ്റേറ്റ് അമേരിക്ക ത്രൂ ഫോർഡ് ഫൗണ്ടേഷൻ ആൻഡ് ഓൾസോ ത്രൂ ജോർജ് സോറോസ് അസോസിയേറ്റ്സ് ആർ ട്രൈയിങ് ടു ഗെറ്റ് ഇൻ ടു ദി റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഗവേഷണം നടത്തുന്ന സെഫോളജി റിലേറ്റഡ്, ഇലക്ടറൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട്, ഡെമോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണം നടക്കുന്ന അക്കാദമിക റിസർച്ച് സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറ്റം നടത്തുകയും ആ നുഴഞ്ഞുകയറ്റത്തിലൂടെ ലഭിക്കുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് പലറ്റബിളായി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്ന ഒരു ഗൂഢപദ്ധതി ഉണ്ട് എന്നാണ് ആരോപണം. ഇവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി ഫണ്ടിങ് വന്നത് എങ്ങോട്ടാണ്, അത് എവിടെയാണ് ചെലവഴിക്കപ്പെട്ടത്, ഏതെല്ലാം സ്റ്റഡിക്കാണ് ചെലവഴിക്കപ്പെട്ടത്, ആ ഫണ്ടിൻ്റെ ഇമ്പാക്റ്റ് ആണോ സ്റ്റഡി വികലമാകാൻ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ഇന്ത്യയുടെ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തുക, ആ രീതിയിൽ ഈ സ്റ്റഡിയുടെ ഫൈൻഡിങ് ഉപയോഗിക്കപ്പെടുത്തിയിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ടാകും. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഈ രാഹുലിൻ്റെ വോട്ടറാധികാര യാത്ര ബംഗ്ലാദേശ് മോഡലിനുള്ള അട്ടിമറി നീക്കമാണോ എന്നുള്ള വലിയ സംശയമൊക്കെ ബലപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ സോണിയയും ഈ ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. ദീർഘകാലമായി വളരെ അടുത്ത ചങ്ങാതിമാരാണ്. സോറോസിൻ്റെ കീഴിലുള്ള ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെയൊക്കെ വൈസ് പ്രസിഡൻ്റായി സോണിയ ഇരിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന ആ ചിത്രത്തിൽ തന്നെയുണ്ട് സോറോസ്. അത് കോൺഗ്രസിൻ്റെ ഹാൻഡിലിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ്. ജോർജ് സോറോസും സോണിയയും തമ്മിലുള്ള വലിയ ബന്ധം. അങ്ങനെ സോറോസിന് വലിയ സ്വാധീനമുള്ള ഫോർഡ് ഫൗണ്ടേഷൻ ഇവിടെ പണമിറക്കുകയാണ് CSDSന് വേണ്ടി. അതുപോലെ ADR രംഗത്ത് വരുന്നു. ഇതെല്ലാം സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ന്യായമായും സംശയിക്കേണ്ട വിദേശ കരങ്ങളെ ഇക്കാര്യത്തിൽ? ഒരു 2-3 വർഷം മുമ്പ് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു അന്താരാഷ്ട്ര വെളിപ്പെടുത്തലുണ്ടാവും. പെഗാസിസ്, അതുപോലെ തന്നെ നമ്മുടെ അഡാനി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അവരുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ വെളിപ്പെടുത്തൽ വരും. അത് ഏറ്റുപിടിച്ചിട്ട് പാർലമെന്റ് സമ്മേളനം അലങ്കോലമാക്കും. ഒരു പാർലമെന്റ് സമ്മേളനം അലങ്കോലമായത് പെഗാസിസിന്റെ പേരിലാണ്. ആ പെഗാസിസ് എവിടെ പോയി എന്ന് മഷിയിട്ട് നോക്കിയാൽ ഇപ്പൊ കാണാൻ സാധിക്കില്ല. ഇതുപോലെ പാർലമെന്റിന്റെ ഉള്ളിൽ ബഹളം ഉണ്ടാക്കാൻ ഇതൊക്കെ സഹായിക്കും. പാർലമെന്റിന്റെ പുറത്ത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതിനുള്ള ജനപിന്തുണയൊന്നും ഇവർക്കില്ല. ഇവര് വിളിച്ചാൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ആളുകളെ ഇട്ട് കിട്ടാനും പോകുന്നില്ല എന്ന പച്ച പരമാർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇവർക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ.